നമസ്കാരം. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണം. ബാർബി ബോയ്, ഇതാണ് ടൈറ്റിൽ. ഇത് മലയാള സിനിമയിലല്ല, ഇന്ത്യൻ സിനിമയിൽ അജയ് കുമാർ നമ്മുടെ ഗിന്നസ് അവാർഡ് നേടിയ ഗിന്നസ് പക്രൂന് മാത്രം അഭിനയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്നത്. രണ്ടുപേർക്ക് അത് വെച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. പക്രൂനെ പോലെ ഒരാൾക്ക് ഒരു വലിയ നഗരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു സമൂഹത്തിൽ ഈ ചെറിയ ഉയരവും വെച്ചിട്ട് അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അയാൾ നഗരത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഓപ്പണിംഗ് ഷോട്ടിൽ അയാളുടെ നരേഷൻ, എനിക്ക് ഒരു ഡ്രൈവറാകാൻ പറ്റില്ല, എനിക്കൊരു പൈലറ്റ് ആവാൻ പറ്റില്ല, ഒരു അത്ലറ്റ് ആവാൻ പറ്റില്ല, അങ്ങനെ എന്തെല്ലാം എനിക്ക് ആവാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഈ നഗരത്തിൽ ആരും തട്ടി വീഴാതെ നടന്നു പോകാനാണ് ആദ്യം എനിക്ക് കഴിയേണ്ടത്. ഇതാണ് ഈ നീളം കുറഞ്ഞ ചാർലി എന്ന ഈ കഥാപാത്രത്തിൻ്റെ നഗരത്തിലെ ഒരവസ്ഥ. ക്യാമറ അയാളുടെ ഒരു ഹൈറ്റ് ലോ ആംഗിൾ ചെയ്തിട്ടാണ്, ലോ ബേസിൽ ക്യാമറ ഓണായ അയാളുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു കാറിൻ്റെ ഒരു ഹൈറ്റുള്ള ആൾക്ക് സ്റ്റിയറിംഗ് കാണാം, ഒക്കെ കാണാം. ഇയാൾക്ക് കാറിൻ്റെ ഒരു ലോക്കിന് താഴെ കാണാൻ പറ്റുള്ളൂ, ഒരു ATM എടുക്കാൻ പറ്റില്ല, ATM ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നീളമില്ലാത്ത ഒരാൾ നഗരത്തിൽ എന്തൊക്കെ ചെയ്യും? അതിൽ പൊക്കമില്ലായ്മ കൊണ്ട് എങ്ങനെ ഒരു പൊക്കം ഉണ്ടാക്കും? ചാർലി എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിയുടെ ഒരു കഥയാണ്. അയാൾക്ക് കുടുംബം ഉണ്ടായിരുന്നു, ചേട്ടാനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഇയാൾ ഏറ്റവും ഇളയ സന്തതിയാണ്. ചേട്ടന്മാരൊക്കെ എവിടേക്കോ കൽക്കട്ടയിലോ ബോംബെയിലോ ചെന്നൈയിലോ എവിടേക്കോ കുടിയേറി, എവിടേക്കോ പോയി. ഇയാളെ ഇപ്പോൾ ആരും നോക്കാനില്ല. ഇയാൾക്കൊരു 34-35 വയസ്സുണ്ട്. ചാർലി ചെയ്യുന്നത് നഗരത്തിലെ ഒരു ഷോപ്പാണ്, ഒരു കിഡ് ഷോപ്പ്. ബാർബി, അങ്ങനെ ഒരുപാട് ടോയ്സ്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, ചെറിയ സൈക്കിളുകൾ, അങ്ങനെ എല്ലാം വിൽക്കുന്ന വളരെ ഫാൻസി ആയിട്ടുള്ളൊരു ഷോപ്പ്. ഈ ഷോപ്പിൽ ഒരുപാട് വരുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്. ഈ കട അടയ്ക്കുന്ന സമയത്ത് ഇയാളുടെ ഒരു സഹായിയുണ്ട്. ഇയാളെ മൊബൈലിൽ കിട്ടില്ലെങ്കിൽ ചാർലി ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഈ ഷട്ടർ ഇതാക്കാനുണ്ട്. അപ്പോൾ അയാൾ പ്ലീസ് എന്നെ ഒന്ന് ഉയർത്തു, ഈ ഷട്ടറും. അപ്പം അയാളുടെ തോളിൽ കയറുന്നിട്ട് ഷട്ടർ താഴ്ത്തിയിട്ട് ഇനി ഇറക്കൂ. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾക്കിത് പറഞ്ഞാൽ പോലെ ഞാനൊന്ന് താഴ്ത്തി തരില്ലേ, നിന്റെ തന്തയുടെ കടയല്ലോ എൻ്റെ കടയല്ലേ തമ്മിൽ ചോദിക്കും. എൻ്റെ കട ഷട്ടർ ഞാൻ അടയ്ക്കും. ഇതിപ്പോൾ ഇവരെ പൊക്കിയെടുത്ത് ചെയ്യിപ്പിച്ച കുരിശായോ ഒന്നുകൊണ്ട് അയാൾ നടന്നു, തിരിച്ചു നോക്കിയിട്ട് നടന്നു പോവുക. ഇതാണ് ചാർലി. എൻ്റെ ചാർലി നടന്നു. ഈ ചാർലിയുടെ വീട് ഒരു വീടിൻ്റെ അപ്സ്റ്റേറിലെ താമസം, വാടകയ്ക്ക്. ചെറിയ കസാലകൾ, ബാത്റൂം, ക്ലോസറ്റ് വരെ എല്ലാം. ബാത്റൂമിൽ പിന്നെ ബെഡ്റൂം, ചെറിയ ബെഡ്, കിച്ചണിൽ പാചകം ചെയ്യാൻ ഈ പതാപ്പുറത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയ കോണി, ഇതൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഒരു സെഗ്മെൻ്റായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഇനി ഇയാളുടെ സഹായിയെക്കുറിച്ചാണ് പറയേണ്ടത്. അത് നഗരത്തിലെ പഴയ ഒരു കൊട്ടേഷൻ ടീമിൻ്റെ എന്നുവെച്ചാൽ വലിയ ഗുണ്ടയായിരുന്ന ഒരാളാണ്. അപ്പം ചാർലിക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ട്. ഒരു ലോറിക്ക്, ഒരു കണ്ടൽ ലോറി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ചാർലി നടക്കുകയാണെങ്കിൽ ഈ ടയറിന് താഴെയാണ് അയാളുടെ ഹൈറ്റ്. പിന്നെ അടിയിൽ നടക്കുന്ന കാര്യം അയാൾക്ക് ചുമ്മാ കണ്ടുകൊണ്ട് പോകാം. ഈ ഹൈറ്റുള്ള ഒരാൾക്ക് ഇത് കാണാൻ പറ്റില്ല. അയാളുടെ ഐ ലെവല് മുകളിൽ. അങ്ങനെ ഒരു ദിവസം ചാർലി നടന്നപ്പോൾ കണ്ടതാണ് ബ്ലഡ് ഒലിച്ചൊലിച്ചൊലിച്ച് മൃതപ്രായനായി കിടക്കുന്ന ഒരാളിനെ. അങ്ങനെ ഇയാൾ രക്ഷപ്പെടുത്തിയാണ് ഇയാളുടെ ഒരു ഫ്രണ്ട്. അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഗ്രൂം ചെയ്ത് ഇപ്പോൾ നല്ലവനാണ്. അയാൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ പിന്നെ ചെറിയ ഏസ് പോലെയൊക്കെയുള്ള ചെറിയ ലോറിയിൽ പരസ്യ പലകൾ ലൈറ്റിട്ട് നൈറ്റിൽ നഗരങ്ങളിൽ ഓടിക്കുക, ബീച്ചിൽ ഇത് വള്ളത്തിൽ കയറ്റി വെച്ചിട്ട് വഞ്ചിയിൽ വെച്ചിട്ട് ജനറേറ്റർ ഓൺ ചെയ്ത് ബീച്ചിൽ വരുന്നവർ കാണുക, ഇങ്ങനെ കറങ്ങുക. അങ്ങനെ ടെക്സ്റ്റൈൽസിൻ്റെ അതിനൊക്കെ പരസ്യങ്ങൾ ചെയ്തൊരു കമ്പനിയുടെ ഈ ഡ്രൈവറാണ്. രാത്രി ചാർലിയുടെ പോയി കിടന്നു. ഇപ്പോൾ കൊട്ടേഷനിലൊന്നുമില്ല. അയാൾ അവിടെ ചെയ്യുന്നത്, അയാൾ പണ്ട് കൊട്ടേഷൻ വെച്ചിട്ട് വലിയ കത്തിയൊക്കെ വെച്ചിട്ടാണ് ഉള്ളി എരിയുക, കിഴങ്ങരിയുക, ഇങ്ങനെ പാചകത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യും. ഈ രണ്ടുപേരുടെ ജീവിതം നഗരത്തിൽ ഇങ്ങനെ നടക്കവേ സെക്കൻഡ് ട്രാക്ക് ഒരു ചാനലാണ്, ഒരു TV ചാനൽ. ഒരു പക്ഷെ അത്ര സക്സസ് ആവാത്ത ഒരു ചാനലാവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റേറ്റിംഗ് ആവാം, TRP റേറ്റിംഗ് ആവാത്താവാം.
അവരൊരു റിയാലിറ്റി ഷോ, ഡാൻസ് റിയാലിറ്റി ഷോയ്ക്ക് കുട്ടികളെ ആദ്യം തന്നെ ഇത് നമ്മൾ പരസ്യം കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്ത് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇവർ സെലക്ട് ചെയ്ത് ഒരു 10-30 കുട്ടികൾ വെച്ചൊരു ഡാൻസ് പ്രാക്ടീസ് ഷോ തുടങ്ങും. ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സിനിടയ്ക്കുള്ള ആൺ പെൺ കുട്ടികൾ. നമ്മൾ ചാനലിനെ കുറിച്ച് അവരുടെ റെഫറൻസ്, CEO, പിന്നെ ഡാൻസ് മാസ്റ്റർ, അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 പേര് ഓരോ ടീം, ഇങ്ങനെ ഓരോ ടീമാണ് മത്സരിക്കേണ്ടത്. അങ്ങനെ 5 ടീം. ഈ ടീമിൽ വരുന്ന കുട്ടികൾ ഇവിടെ നിന്നൊക്കെയോ വരുന്ന 5 പേരാണ് ഒരു മുറിയിൽ ടീമുകളായി മാറുന്നത്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. പെൺകുട്ടി സെപ്പറേറ്റാണ് താമസമെങ്കിലും ഈ 5 പേരാണ് ഗ്രൂമിങ്ങിന് വിധേയപ്പെടുന്നത്. ഇവർ കൂട്ടാവും. ഓരോ കുട്ടിക്കും ഓരോ കഥയുണ്ട്. ഒരു കുട്ടി പേരൻസ് പുറത്താണ്, ഇഷ്ടംപോലെ പണം കിട്ടുന്നു, ദൂർത്തടിച്ച് നടക്കുന്ന ഒരു കുട്ടി, ഡാൻസ് പ്രാക്ടീസ്. ഒരു പെൺകുട്ടിയും, ലിബിനോ അങ്ങനെ എന്താ പറയുന്നൊരു പെൺകുട്ടിയും സ്കൂളിൽ ക്യാരിയറായിരുന്നു. അച്ഛനമ്മ പൈസ കൊടുക്കാത്തത് സ്കൂൾ ബാഗിൽ കുഴൽപ്പണം അല്ലെങ്കിൽ മയക്കുമരുന്ന് തുടങ്ങിയവ സ്കൂൾ ബാഗിൽ, സ്കൂൾ യൂണിഫോമിൽ കടത്തി കൊടുക്കുക പൈസ കൊണ്ട്. ഇങ്ങനെ ഓരോ കുട്ടികൾക്കും, ഒരു കുട്ടിയായി പറയുന്നത് എനിക്ക് അച്ഛനമ്മയില്ല, കാരണം അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് അമ്മ വേറെ മാരേജ് ചെയ്തത്. അപ്പോൾ അവന് അമ്മ വളർത്തുന്നു, മറ്റേ ആൾക്ക് വേറെ കുട്ടിയുണ്ട്, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മയെ മരിച്ചു, അയാൾ വേറെ പോകാൻ കഴിയും. അപ്പോൾ ഈ കുട്ടി ആരായി? അവൻ പറയുന്നത് എനിക്ക് എൻ്റെ പേരൻസേ അല്ല, ആരുമല്ല, എനിക്കറിയില്ല അവരെ, പക്ഷെ ഞാൻ ആ വീട്ടിൽ അടിമയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. ഇങ്ങനെ പിന്നെ സ്നേഹിക്കാത്ത അച്ഛനമ്മമാർ, തിരക്കുകളുണ്ട്, എപ്പോഴും വഴക്ക്, അച്ഛൻ മക്കളെ നിരന്തരം വഴക്ക് മാത്രം കേട്ടിരുന്ന കുട്ടി. ഇങ്ങനെ കുറേ കുട്ടികളുടെ ഗ്രൂപ്പാണ്. അവർക്ക് അവരുടെ കാരിക്കേച്ചറുണ്ട്. പാരലായിട്ട് ചാർലിയുടെ ജീവിതവും നടക്കും. ഈ ബാർബി വെച്ചിട്ടൊരു ഡാൻസ്, ബാർബി ഡാൻസ്, ഈ കുട്ടികൾ കിട്ടുന്ന ആദ്യ ഐറ്റം ബാർബി ഡാൻസ്. അവിടെ നിന്നാണ് ബാർബിയുടെ മൊത്തവും ടോയ്സിന് ഈ കടയിൽ നിന്നാണ്. അപ്പോൾ അയാൾ പറയും, എനിക്കിന്ന് അവിടെ ചാനലിൽ ഒരു ഓഫർ ഉണ്ട്, ഇത്രയും സാധനം വേണമെങ്കിൽ നാളെ കൊടുക്കണം, ഇഷ്ടംപോലെ ബാർബി ഓഫറുണ്ട്, ബാർബി ഗേൾസ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ഈ കടലാണെങ്കിൽ ഒരു പുതിയ കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട് ഓരോന്നൊക്കെ എടുത്തിട്ട് എനിക്ക് ഈ ടോയ് മതി എന്ന് ചാനലിൽ കാണിച്ചിട്ടേ അവർ സൈക്കിൾ, കുഞ്ഞിൻ്റെ കിഡ് സൈക്കിളിലാണ് കടയ്ക്കകത്തൂടി നടന്നിട്ട് കസ്റ്റമറിനെ കാണാൻ പോകുന്നത്. അത്രയും ഫണ്ണിയായിട്ടാണ് അയാളുടെ ജീവിതം. അയാൾ ഭയങ്കര പക്വതയാണ്. ഇതിങ്ങനെ പാരൽ ട്രാക്ക് നടക്കുമ്പോൾ ഈ അപ്സ്റ്റെയറാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു പോലീസുകാരനും ഒരു നഴ്സുമാണ്, ഭാര്യ ഭർത്താവും. കുറേ വർഷമായി, അവർക്ക് കുട്ടികളൊന്നുമില്ല. അതിൻ്റെ കഥ എന്ന് വെച്ചാൽ ഇവരെപ്പോഴും വഴിവെക്കലാണ് കാണുന്നത്. ഭർത്താവിന് ഡ്യൂട്ടി നൈറ്റ് ആണെങ്കിൽ അവർക്ക് ഡേ ഡ്യൂട്ടി, അവർക്ക് ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഇദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടി. ഈ താക്കോൽ കൈമാറുന്ന എപ്പോഴും ഒരു ആക്റ്റീവായി വഴി വെച്ചിട്ടാണ് പറയും, അവിടെ പിന്നെ ഭക്ഷണം ഇപ്പം എടുത്ത് കഴിച്ചിട്ട് ഉറങ്ങാനുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഇനി അവിടെ ആരൊക്കെ മുറിവ് വെച്ചിട്ടോ ഒന്നും അറിയില്ല. ഇത് എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പം ചാനലോട് പറയും, ഞങ്ങൾക്ക് ഇതൊക്കെ രസമാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താ ചോദിച്ചാൽ ഞങ്ങൾ 2 പേര് ലീവ് എടുത്തിട്ട് സിംഗപ്പൂരോ മലേഷ്യയോ പോയിട്ട് ഒരാഴ്ച അടിച്ച് പൊളിച്ചിട്ട് വരും. ഇതാണ് ഞങ്ങളുടെ ലൈഫ്. മക്കളില്ല. ചാർലി ഒരു കുട്ടിയായിട്ട് അവർ കാണുന്നുണ്ട്, ഒരു ബ്രദറോ കുട്ടിയോ എന്തോ ആണോ ഇവർക്ക്. അപ്പോൾ ചാനലിലെ ട്രാക്കും ചാർലിയും പഴയ ഗുണ്ടയും ചേർന്ന ട്രാക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 കുട്ടികളൊരു ട്രാവലിങ് അല്ലെങ്കിൽ പർച്ചേസിന് പുറത്തിറങ്ങുകയും ഇവരുടെ കെയർടേക്കറായിട്ടുള്ള ഒരു ലേഡി, കോർഡിനേറ്റർ, അവരെന്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ ടൗണിൽ ഒരു ATM കയറണം, അല്ലെങ്കിൽ അങ്ങനെ പൈസ എടുക്കണം. കുട്ടികളിങ്ങനെ ചിതറി നിൽക്കുന്ന സ്ഥലത്ത് ഈ ചാനലിൽ കണ്ട് ചാനലിൽ തട്ടി ഈ സ്ത്രീയുടെ കാൽ തട്ടി താഴെ വീഴുകയും അത് ഇഷ്യൂ ആവുകയും ചെയ്യുന്ന ഒരു, അപ്പോൾ എൻ്റെ പൊന്നുകുഞ്ഞെ എൻ്റെ എത്രയും നന്നാണെന്ന്, നിങ്ങൾ ഇത്രയും ആറടി സൈസ് വന്നിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ഇതൊരു ഇഷ്യൂ ആളൊക്കെ കൂടിയ സമയത്ത് ഈ കുട്ടികൾ ഇത് കണ്ടിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോവാം. ഈ ചാനൽ കാരണമാണ് സംഭവിക്കുന്നത്. ഇവർ തിരിച്ചു നോക്കുമ്പോൾ കുട്ടികളില്ല, ഫോൺ വിളിക്കുക, ഫോൺ എടുക്കില്ല. ഈ 5 പിള്ളേർ എസ്കേപ്പ് ആകുന്നു. അവരാഗ്രഹിച്ചിരുന്നു, അവർ നേരത്തെ പ്ലാനിങ് ഉണ്ട്. അവർ കൊക്കക്കോളയിൽ ആസ്പിരിൻ ഗുളിക ഇട്ടിട്ട് രാത്രി കഴിച്ച് ലഹരി ഉണ്ടാക്കുക, കഞ്ചാവ് വലിക്കുക, ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം കുട്ടികളാണ്. അച്ഛൻ ബ്ലൂ ഫിലിം കണ്ടിട്ട് പിന്നെ മോളെ പോയി കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അനുഭവിച്ചിട്ടുള്ള മോളാണ് ലിബി. അല്ല, അങ്ങനെ പല ഇതിനകത്തുള്ള 2 പെൺകുട്ടികളിൽ ഒരാൾ. ഒരു കുട്ടിക്ക് മാത്രം ടെൻഷൻ, അവളുടെ അമ്മ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെന്ന് കരുത്, അവൾക്ക് മാത്രം ഭയമുണ്ട്. ഇവർ എസ്കേപ്പ് ആകും.
ചാനലിൽ പ്രോബ്ലമായി. 5 കുട്ടികളെ കാണാനില്ല, തിരിച്ചെത്തിയിട്ടില്ല. കോർഡിനേറ്റർ ചാനലിൽ വിളിച്ചു, എത്തിയിട്ടില്ല. ഇപ്പം എന്താ ചെയ്യുന്നത്? മറ്റൊരു ചാനൽ അറിഞ്ഞു കഴിഞ്ഞാൽ, പത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ആവും. അറിയിക്കാൻ പാടില്ല, പേരൻസിന് അറിയിക്കാൻ പറ്റില്ല, പോലീസിന് അറിയിക്കാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് അവരെ കണ്ടുപിടിച്ച് വരും. സോറി, ഇതിൻ്റെ ഒരു ബഹളമാണ് ചാനലിൽ നടക്കുന്നത്. ഈ കുട്ടികൾ അനുഭവിക്കുന്നത്, ഈ കുട്ടികൾ എവിടെ ചെന്ന് അറിവ് കിട്ടുന്നത്? ഇവർ നഗരത്തിൽ പലതും അനുഭവിക്കേണ്ടി വരും. പെൺകുട്ടികളെ തട്ടുകളിൽ അവരുടെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ പൈസ ഒന്നുമില്ല, കുറച്ച് പൈസയല്ലേ ഉള്ളൂ. ഇത് പ്രശ്നമാകുന്നു. രാത്രി കിടക്കാൻ സമയം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവുന്നില്ല, പ്രൊട്ടക്ഷൻ പലതും ഒരു നഗരത്തിൽ നൈറ്റിൽ എന്തൊക്കെ കാണാമോ അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷനിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് മുകളിൽ ടോപ്പിൽ അവർ കിടന്നുറങ്ങും. രാവിലെ നോക്കുമ്പോൾ അണ്ടർവെയറോ അല്ലെങ്കിൽ ബെർമുടയൊക്കെ ഉള്ളൂ, ബാഗില്ല, മൊബൈലില്ല, എല്ലാം നഷ്ടപ്പെട്ടു വരും. അപ്പോൾ അവർ കയ്യിൽ എന്തോ കിട്ടിയ പൈസ വെച്ചിട്ട് വടയൊക്കെ വെച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം അറിയാം കുട്ടികൾ. മറ്റൊരു ചാനലിൽ ഫോൺ ചെയ്തിട്ട് ആരൊക്കെ എടുക്കാതിരിക്കുകയോ ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അവരിങ്ങനെ ജീവിതത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചാർലിയുടെ കയ്യിൽ ഇവർ ചെന്നപ്പെടുന്നു. പിന്നെ അങ്ങനെ നഗരത്തിൽ ചാർലിയും ഈ 5 കുട്ടികളും ചേരുന്നതാണ് കഥയുടെ അടുത്ത ഔട്ടേൺ. അങ്ങനെ ഇയാൾ എന്താ വെച്ചാൽ ഇയാൾ അവിടെ വീട്ടിൽ കൊണ്ടുപോകും. കുട്ടികൾക്ക് തിരിച്ചു പോയി. മാത്രമല്ല ഇവർ ഈ നഗരത്തിലെ ഏറ്റവും ഫ്രീഡം എൻജോയ് ചെയ്തു. സെയിം ടൈം ചാനലുകാർ പോലീസിൽ ചെയ്തിട്ട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, ചാനലിലെ ഒരു സിഇഒയുടെ അളിയനാണ് അവിടുത്തെ കമ്മീഷണർ, പുറത്തറിയരുതെന്ന് സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പ്രോഗ്രാം ബ്രേക്കായി, പേരൻസ് വിളിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ മകളെ കിട്ടുന്നില്ലല്ലോ, മോൻ്റെ മൊബൈലോടെ പോയി ഒരു ചാനൽ വിളിക്കുന്നു, അവർ വരുന്നു, ഇവരോട് മറുപടി പറയാൻ ചാനലുകാർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവിടെ മൊത്തം പ്രോബ്ലം. കുട്ടികളെവിടെയാണെന്ന് അറിയില്ല. പോലീസ് മൊത്തം അന്വേഷണം. ഈ അന്വേഷിക്കുന്ന സമയത്ത് ചാർലിയുടെ താഴെ താമസിക്കുന്ന പോലീസുകാരൻ്റെ പാർട്ടാണ് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്, ഈ അന്വേഷണ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ചാർലിയുടെ വീട്ടിൽ ഈ കുട്ടികളെ ചാർലി സേഫ് ആക്കുന്നു. സേഫ് ആക്കിയിട്ട് ചാർലി ഓരോരുത്തരെ എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബാഗിൽ മയക്കുമരുന്നോ പണമോ കടത്തുന്ന ക്യാരിയറാവുക, അമ്മ ക്ലബിലൊക്കെ പോയിട്ട് രാത്രിയിൽ കാർ ഓടിച്ച് വീട്ടിൽ വന്നിട്ട് തിരിച്ചു കയറി പോയോ മദ്യപിച്ച് ഉറങ്ങുമ്പോൾ അച്ഛൻ താഴെ ബ്ലോഫിലും കാണുമ്പോൾ ഏതോ റൂമിൽ ഇരുന്നിട്ട് വിളിച്ച് അച്ഛൻ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്ന മകൾ. ഇങ്ങനെയുള്ള കുട്ടികളുടെ ക്യാരക്ടർ എന്താണെന്ന്, എനിക്ക് സ്നേഹം കിട്ടിയില്ല, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നെ ഒരു ഫ്രണ്ടാക്കില്ല, അതുകൊണ്ടാക്കില്ല ഞങ്ങളിതിനായിപ്പോയി എന്ന് പറയുന്നത് വളരെ ഫലിതമായിട്ട് തന്നെയാണ്. അയാൾ വളരെ ഫലിതമായിട്ട് ഇതെടുക്കുന്നു. അയാൾ ഇതിനെ വളരെ കൃത്യമായി ശരിയാക്കിയിട്ട് സ്കൂൾ അധികൃതർ ചാനൽ വളരെ കൃത്യമായി ബന്ധപ്പെടുത്തി അത് ക്ലിയർ ചെയ്ത സ്ഥലത്ത് സിനിമ അവസാനിക്കുന്നു. പക്ഷെ ഒക്കെ ശരിയായി കഴിയുമ്പോൾ ചാർലി പഴയതുപോലെ ഒന്നുമില്ലാത്തവനായി, കുറേ ബാർബികളുമായി, കുറേ കളിപ്പാട്ടങ്ങളുമായി അയാൾക്ക് ഈ കുട്ടികൾ, ഈ ഗുണ്ട, ചാർലിയുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളുണ്ട്. ഇനിയും അയാളെ പ്രണയിക്കുന്നുണ്ട്, അയാളുടെ പ്രണയമുണ്ട്, നല്ലൊരു പെൺകുട്ടിയാണ് വളരെ പ്രണയിക്കുന്നത്. ഇതെല്ലാം അയാളുടെ മനസ്സിൽ കളിപ്പാട്ടങ്ങളാണ്. അയാൾ പറയുന്നത് ഞാനൊരു കളിപ്പാട്ടമാണ്, എൻ്റെ ചുറ്റും കാണുന്ന പഴയ കൊട്ടേഷൻ കൊണ്ടുവരുന്ന നീ കളിപ്പാട്ടമാണ്, ഈ കുട്ടികൾ കളിപ്പാട്ടമാണ്, എൻ്റെ പ്രണയം കളിപ്പാട്ടമാണ്, ദൈവം കളിപ്പാട്ടമാണ്, എല്ലാം കളിപ്പാട്ടങ്ങളാണ്. ഈ നഗരം തന്നെ ഒരു കളിപ്പാട്ടമാണ്. ഞാൻ ഈ കളിപ്പാട്ടത്തിനിടയിൽ കൂടെ കളിപ്പാട്ടം വിൽക്കുന്ന ഒരാൾ, ഒരു ടോയ് വിൽക്കുന്ന ഒരാൾ നടന്നു പോകുന്നു, ഞാനോ ഒരു ടോയ് എന്ന് പറയുന്ന ഒരു മനസ്സാണ്. അതിൻ്റെ ഒരു ക്ലാസിക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു മൂഡാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമസ്കാരം.